ലിനി! വരാന്തയിൽ ദേഷ്യത്തോടെ നിൽക്കുന്ന ലിനിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അനീഷ വിളിച്ചു. മാറടി, തൊട്ടുപോകരുത്. അവൾ ദേഷ്യത്തോടെ അനീഷയുടെ നേരെ കൈ ചൂണ്ടി. എന്നാലും നീ എൻ്റെ കൂടെ നിന്നെന്നെ ചതിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ലിനി ദേഷ്യത്തോടെ അനീഷയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഞാനെന്ത് ചെയ്തു എന്നാ നീ പറയുന്നേ? നീ ചെയ്തത് തന്നെയാടി ഞാനും ചെയ്തത്. നീ ആഷ്ലിയുടെ കൂടെ നിന്ന് അവളെ ചതിച്ചപ്പോൾ ഞാൻ നിന്റെ കൂടെ നിന്ന് നിന്നെ ചതിച്ചു. അപ്പോൾ ഈക്വലായില്ലേ? അനീഷ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. അതിനെ ലിനി അവളെ ദേഷ്യത്തോടെ നോക്കി. നീ എന്നെ ദേഷ്യത്തോടെ നോക്കിയിട്ട് ഒരു കാര്യവുമില്ല. കർമ്മ എന്നൊരു സാധനമുണ്ട്. നീ ചെയ്യുന്നത് തന്നെ നിനക്കും തിരിച്ചു കിട്ടുകയുള്ളൂ. എന്തായാലും എന്നെ പ്രേമിക്കുന്നതിന് മുൻപേ തന്നെ അവർ രണ്ടുപേരും ഇഷ്ടത്തിലായതാണ്. ആ സ്ഥിതിക്ക് അവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞിട്ടും നീ അവനെ പ്രേമിച്ചതാ തെറ്റ്. നീ അന്ന് എന്നോട് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് മറുത്തൊന്നും പറയാൻ പറ്റിയില്ല. ഇപ്പോൾ എനിക്കതിനൊരു അവസരം വന്നപ്പോൾ ഞാനത് ചെയ്തു, അത്രയേ ഉള്ളൂ. പിന്നെ ഈ ഒരു കാര്യം കൊണ്ട് നിനക്ക് നന്നാവണമെങ്കിൽ നന്നാവാം. ആ ചിന്മയുടെ ഭർത്താവില്ലേ കാശിനാഥൻ, അയാൾ പലിശയ്ക്ക് പണം കൊടുക്കുന്നവനാ. അങ്ങനെയുള്ളവരുടെ സ്വഭാവം ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. നിന്നെ അയാൾ കൈവെക്കാത്തത് തന്നെ ഭാഗ്യം. ചിലപ്പോൾ നീ ഒരു പെണ്ണായതുകൊണ്ടാ അയാൾ നിന്നെ വെറുതെ വിട്ടത്. പക്ഷേ എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നൊന്നുമില്ല. അവൾ താക്കീതോടെ പറഞ്ഞു. അവൾ, ആ ആഷ്ലി, അവളെന്നെ തല്ലി, അതും എല്ലാവരുടെയും മുൻപിൽ വെച്ച്. അവൾ കവളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. അവൾ തല്ലിയെങ്കിൽ അത് നീ അത്രയും തെറ്റ് ചെയ്തതുകൊണ്ടാ. വെറുതെ ഒരാളെ തല്ലാൻ അവൾക്ക് ഭ്രാന്തൊന്നും ഇല്ലല്ലോ. നിന്നോട് രാവിലെ അവൾ പറഞ്ഞു ഒന്നും വേണ്ടാന്ന്. എന്നിട്ട് അവൾ പോലും അറിയാതെ നീ അങ്ങനെ ചെയ്തിട്ട് അവളുടെ തലയിൽ അത് കൊണ്ടിടാൻ ശ്രമിച്ചു. അവളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യുള്ളൂ. ചിലപ്പോൾ ഒരെണ്ണം ആയിരിക്കില്ല ഞാൻ കൊടുക്കുന്നത്, രണ്ടെണ്ണം തന്നേനെ. റോഷന്റെ കയ്യിൽ നിന്നും അവൾക്ക് കിട്ടിയത് വെച്ചാണെങ്കിൽ ഒന്നുകൂടി നിനക്ക് അവൾ തരേണ്ടതായിരുന്നു. അനീഷ അവളെ നോക്കി പറഞ്ഞു. അതിന് ലിനി ഇഷ്ടപ്പെടാത്തതുപോലെ ദേഷ്യത്തോടെ അവളെ നോക്കി. ഇനിയെങ്കിലും നന്നാവാൻ നോക്ക്. അല്ലെങ്കിൽ ഇന്നാ കാശിനാഥൻ തരാതെ പോയത് റോഷനായിരിക്കും നിനക്ക് തരാൻ പോകുന്നത്. അവൾക്ക് അവൻ്റെ കാര്യത്തിൽ കുറച്ച് പൊസസീവ്നെസ് ഒക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ പേരിൽ അവളിനി എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും അവന് അവളെന്ന് പറഞ്ഞാൽ ജീവനാ. അതുകൊണ്ട് വെറുതെ അതിനിടയിൽ നീ ചെല്ലാതിരിക്കുന്നതാ നിനക്ക് നല്ലത്. അനീഷ അത്രയും പറഞ്ഞിട്ട് അവിടെ നിന്നും കയറിപ്പോയി. സോറി, അവൻ അവളുടെ കവളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. നിനക്ക് ഒരുപാട് വേദനിച്ചു അല്ലേ? റോഷൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ഞാനല്ലേ ഇച്ചായനോട് സോറി പറയേണ്ടത്? എൻ്റെ സംശയവും എടുത്തുചാട്ടവും അല്ലേ എല്ലാത്തിനും കാരണം? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞതാ അവളെ ഞാൻ മറ്റൊരു അർത്ഥത്തിലല്ല കാണുന്നതെന്ന്. അങ്ങനെ ഞാൻ കാണുന്നുണ്ടെങ്കിൽ അവളോട് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറണ്ടേ? ഒന്ന് ചിരിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വർത്തമാനം പറയുന്നത് അല്ലാതെ എപ്പോഴെങ്കിലും നീ ഞങ്ങൾ അങ്ങനെ സംസാരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഞാൻ സംസാരിക്കാൻ ചെന്നാലും അവൾ അധികമൊന്നും എന്നോട് സംസാരിക്കാറില്ല. ഒന്നോ രണ്ടോ വാക്കുകളിൽ ഒതുക്കും. എനിക്കറിയാം നിനക്കെന്നെ ജീവനാണെന്ന്. എൻ്റെ കാര്യത്തിൽ നീ ഓവർ പൊസസീവ് ആണെന്നും എനിക്കറിയാം. ഞാൻ നിന്നെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ്. വിവാഹം കഴിക്കണമെന്നും ജീവിതത്തിൽ മുഴുവൻ നിൻ്റെ ഒപ്പം ഉണ്ടാകണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ ഇന്ന് വരെ സ്നേഹിച്ചിട്ടുള്ളത്. അതിന് എത്ര സൗന്ദര്യമുള്ള പെണ്ണിനെ കണ്ടാലും മാറാൻ പോകുന്നില്ല. പക്ഷേ ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നത് പോലെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നത് പോലെ നീ എന്നെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തുവെന്നാണ് ഞാനും കരുതിയിരുന്നത്. അവൻ വിഷമത്തോടെ പറഞ്ഞു. ഇച്ചാനോട് എനിക്ക് സ്നേഹക്കൂടുതലുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു പോയത്. സോറി, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അവൾ വീണ്ടും പറഞ്ഞു. അറിയാം, നിന്റെ ഈ കുറുമ്പും കുസൃതിയും പൊസസീവ്നെസ്സും ഞാൻ കൂടെയുണ്ട് എന്നുള്ള അഹങ്കാരവും ഒക്കെ ഞാൻ ആസ്വദിക്കാറുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതൊരിക്കലും മറ്റൊരാളെ ഉപദ്രവിക്കുന്നതിലോട്ടാകരുത്. വാശിയും എന്നോടുള്ള സ്നേഹമൊക്കെ ഞാനും ആസ്വദിക്കാറുണ്ട്. പക്ഷെ ഒന്നും അതിരുവിടരുത്. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. സോറി ഇച്ചായ, ഇനി അങ്ങനെയൊന്നും എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ. അവനും ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. പിന്നെ അവളെ ചേർത്ത് പിടിച്ചു. ഇച്ചായ, അവളുടെ നമ്പറുണ്ടോ? അവൾക്ക് എങ്ങനെയുണ്ടെന്നും ചോദിക്കായിരുന്നു. എനിക്ക് നമ്പറൊന്നും അറിയില്ല. നാളെ ശനിയാഴ്ചയല്ലേ, നമുക്കളുടെ വീട്ടിലേക്കൊന്ന് പോയാലോ? അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അത് നല്ലതാ ഇച്ചായ. എനിക്കവളെ നേരിട്ട് കണ്ട് മാപ്പ് ചോദിക്കണം. ഒന്നും അവളോട് ചെയ്തിട്ടില്ലെങ്കിലും അവൾ ഒരു നിമിഷമെങ്കിലും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കളിയാക്കപ്പെടണമെന്ന് ഞാൻ ചിന്തിച്ചില്ലേ? അന്ന് ഞാൻ അവളോട് ഹാർഷായിട്ട് പെരുമാറിയില്ലേ? അതിനൊക്കെ എനിക്ക് അവളോട് മാപ്പ് ചോദിക്കണം. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു. എന്നാലും ആ ലിനി അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അത് പറയുമ്പോൾ അവളുടെ മുഖത്ത് വിഷമം നിറഞ്ഞു. ഞാൻ നിന്നോട് ഒന്ന് രണ്ട് തവണ പറഞ്ഞതല്ലേ അവളെ അധികം വിശ്വസിക്കണ്ടാന്ന്. അവൻ അവളെ നോക്കി. ശരിയാ, പക്ഷേ ഞാൻ അത്രയൊന്നും അങ്ങനെ ചിന്തിച്ചില്ല ചായ. അവളെ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു എനിക്ക്. സാരമില്ല, ഇപ്പം മനസ്സിലായല്ലോ, പോട്ടെ, വിട്ടേക്ക്. അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. നമുക്ക് നാളെ തന്നെ അവിടെ പോകാം ചായ. അവളുടെ ഒരു ഫ്രണ്ടില്ലേ വൃന്ദ, ആ കുട്ടിയോട് ചോദിക്കാൻ നമ്പർ പോരെ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അവളും പുഞ്ചിരിച്ചു.
കാശി മരുന്നൊക്കെ വാങ്ങി വന്നതും അവൻ വീണ്ടും പാറുവിൻ്റെ അടുത്തേക്ക് കയറിയിരുന്നു. ഇത്തവണ അനന്തം പറഞ്ഞത് പ്രകാരം പാറു അവനെ ദേഷ്യം പിടിപ്പിക്കാൻ പോയില്ല. അതുകൊണ്ട് തന്നെ അവൻ വന്നിരുന്നിട്ടും അവൾ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. കുറച്ചു നിമിഷങ്ങൾക്കകം അവർ വീട്ടിലേക്ക് എത്തിച്ചേർന്നു. അയ്യോ, ഇതെന്ത് പറ്റി? കാശി അവളെ പിടിച്ചുകൊണ്ട് വരുന്നത് കണ്ടതും ലച്ചു അവളുടെ അമ്മയും സംശയത്തോടെ അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. പറയാം, നീ അവളെ മുറിയിലേക്കാക്കിക്കോ. അനന്തൻ അവളുടെ ബാഗുമായി കയറി വന്നുകൊണ്ട് പറഞ്ഞു. കാശി അവളെ കൊണ്ട് മുറിയിലേക്ക് കയറിപ്പോയതും അനന്തൻ കോളേജിൽ നടന്ന സംഭവങ്ങളൊക്കെ ലച്ചുവിനോടും അമ്മയോടും വിശദമായിട്ട് തന്നെ പറഞ്ഞു. അപ്പോൾ പാറു ഡാൻസ് കളിച്ചില്ലേ? ലച്ചു സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇല്ല, അതിനു മുൻപാണ് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടക്കുന്നത്. അനന്തൻ അവരെ നോക്കി പറഞ്ഞു. അത് വലിയ വിഷമമായി പോയല്ലോ. അവൾ എന്തുമാത്രം ആഗ്രഹിച്ചിട്ട് പോയതാ ഡാൻസ് കളിക്കണമെന്ന്. അവൾക്ക് നല്ല വിഷമമായി കാണുമല്ലേ? ലച്ചു വിഷമത്തോടെ ആനന്ദൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് സാരമില്ല, ഇനി വർഷങ്ങൾ കിടപ്പുണ്ടല്ലോ. ഇപ്പം ഇത്രയല്ലേ പറ്റുള്ളൂ. സ്റ്റെപ്പിൽ നിന്നും താഴേക്ക് വീഴുന്ന വഴി കാലും വല്ലതും ഒടിഞ്ഞിരുന്നെങ്കിലോ? ആനന്ദൻ തിരികെ ലച്ചുവിനോട് ചോദിച്ചതും അവളും അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. അല്ലെങ്കിലും ഈ പെണ്ണുങ്ങൾക്കൊക്കെ എന്തിൻ്റെ സുഖേടാ? അവൾക്ക് അവളുടെ പ്രേമം കിട്ടാത്തതിന് നമ്മുടെ കൊച്ചെന്ത് ചെയ്തു? 2 കൊടുക്കാൻ ഞാൻ ആനന്ദേട്ടാ പെണ്ണിന്. ലച്ചു ദേഷ്യത്തോടെ അനന്തനെ നോക്കി. അതാ പെൺകുട്ടി തന്നെ കൊടുത്തു, ആ ആഷ്ലി. പിന്നെ പെണ്ണായി പോയില്ലേ, നമ്മൾ കൈവച്ചിട്ട് വേണം നാളെ അത് വലിയ പ്രശ്നം ഉണ്ടാക്കാൻ. എനിക്ക് സത്യത്തിൽ പേടിയായിരുന്നു കാശി അവളെ തല്ലുവോ മറ്റോ ചെയ്യുമോയെന്ന്. എന്തായാലും അവനതൊന്നും തോന്നാഞ്ഞത് തന്നെ വലിയ കാര്യം. ഇല്ലെങ്കിൽ പിന്നെ ആ കേസിൻ്റെ പുറകെ നമുക്ക് നടക്കേണ്ടി വന്നേനെ. അനന്തൻ എന്തോ ഓർത്തതുപോലെ പറഞ്ഞു. ഞാനെങ്കിൽ പിന്നെ മോൾക്ക് കുളിക്കാനുള്ള വെള്ളം ചൂടാക്കാൻ വെച്ചിട്ട് വരാം. അതും പറഞ്ഞുകൊണ്ട് ലച്ചുവിൻ്റെ അമ്മ അടുക്കളയിലേക്ക് കയറിപ്പോയി. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അനന്തൻ അവളുടെ അടുത്തേക്ക് വന്നിരുന്നുകൊണ്ട് ചോദിച്ചു. എനിക്ക് ഒരു പ്രശ്നവും അനന്തേട്ടാ. എന്നെ നോക്കാൻ അനന്തേട്ടനുണ്ടല്ലോ. അവൾ ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ അവളുടെ നെറുകയിലൊന്ന് ചുണ്ടുകൾ ചേർത്തു. കാശി പാറുവിനെ കട്ടിലിലേക്ക് ഇരുത്തി. കാശിയേട്ടാ. മുറിയിലേക്ക് വന്നതും അവൾ ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചു. അപ്പോഴും അവൻ്റെ മുഖത്ത് ഗൗരവം തന്നെയായിരുന്നു. നേരെ ഇരിക്ക്. അവൻ ഗൗരവം കൈവിടാതെ തന്നെ പറഞ്ഞതും അവൾ അനുസരണയോടെ നേരെ ഇരുന്നു. കാശിയേട്ടാ, എന്നോടൊന്ന് മിണ്ടുവോ? അവൾ കുഞ്ഞുകുട്ടികൾ ചോദിക്കുന്നത് പോലെ ചുണ്ടുകൾ ചുളുക്കി അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. എന്നാൽ അവനതിന് ഉത്തരം പറയാതെ അവളുടെ തലമുടി അഴിക്കാൻ തുടങ്ങി. അവൻ എന്നിട്ടും മിണ്ടാതിരിക്കുന്നത് കണ്ടതും അവൾക്ക് ദേഷ്യവും വിഷമവും വന്നു. അവൾ വാശിയോടെ അവൻ്റെ കൈകൾ തട്ടിമാറ്റി. പാറു! അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി വിളിച്ചു. എന്നോട് മിണ്ടാതെ എൻ്റെ ദേഹത്ത് തൊടണ്ട, അവൾ ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു. എന്നാൽ അത് കേൾക്കാതെ അവൻ വീണ്ടും അവളുടെ തലമുടിയിലെ സ്ലൈഡുകൾ ഓരോന്നും അഴിക്കാൻ തുടങ്ങിയതും അവൾ വീണ്ടും വാശിയോടെ അവൻ്റെ കൈകളെ തട്ടിമാറ്റി. അവൻ ദേഷ്യത്തോടെ അവളുടെ നേരെ കൈകൾ ഉയർത്തി. അവൾ കണ്ണുകൾ രണ്ടും ഇറുക്കിയടച്ചുകൊണ്ട് മുഖം ഒരു സൈഡിലേക്ക് തിരിച്ചു പിടിച്ചു. ഒന്നും സംഭവിക്കാഞ്ഞതും അവൾ കണ്ണുകൾ തുറന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ മുഖത്ത് ദേഷ്യം കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവനോട് എത്ര തന്നെ കൊഞ്ചിയാലും എന്തൊക്കെ സ്വാതന്ത്ര്യം അവനോട് കാണിച്ചാലും അവൻ്റെ മുഖമൊന്ന് മാറിയാൽ പാറുവിന് കാശിയെ പേടി തന്നെയാണ്. ഒറ്റൊരെണ്ണം വെച്ച് തരാം ഞാൻ, കേട്ടല്ലോ? വേണ്ട വേണ്ടെന്ന് വിചാരിക്കുമ്പോൾ നീ എന്താടി തലേ കയറിയിരുന്ന് നിരങ്ങാൻ നോക്കുന്നോ? തല്ലി വളർത്താത്തതിൻ്റെ കുഴപ്പമാണ്. അച്ഛനും അമ്മയും താലോലിച്ച് വളർത്തിയെന്ന് കരുതി നിന്റെ എല്ലാ കാര്യത്തിനും കൂട്ടുനിന്ന് നിന്നെ താലോലിക്കുമ്പോൾ നീ എന്നോട് വാശി കാണിക്കുന്നോ? നിന്നെ താലോലിക്കുകയും കൊഞ്ചിക്കുകയും ചെയ്യുന്നത് പോലെ നല്ല വീക്ക് വെച്ച് വളർത്താനും എനിക്കറിയാം, കേട്ടല്ലോ? അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞത്. അവളൊന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി കണ്ണുകൾ നിറച്ചു. തിരിഞ്ഞിരിക്കുക. അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുന്നത് കണ്ടതും അവൻ പറഞ്ഞു. അത് കേട്ടതും അവൾ ഒന്നും മിണ്ടാതെ അനുസരണയോടെ കണ്ണുകൾ തുടച്ചിട്ട് തിരിഞ്ഞിരുന്നു. അവൻ അവളുടെ ഡാൻസിന് വേണ്ടി കെട്ടിവെച്ചിരുന്ന അവളുടെ തലമുടി മുഴുവൻ അഴിച്ചു. പിന്നെ അവളുടെ മുഖത്തെ മേക്കപ്പൊക്കെ തുടച്ചു കളഞ്ഞു. എന്നിട്ടും അത് നല്ലതുപോലെയൊന്നും പോകുന്നില്ലായിരുന്നു. അവൻ അവളെ പതിയെ എഴുന്നേൽപ്പിച്ച് നിർത്തി. പിന്നെ അവളുടെ ഡ്രസ്സൊക്കെ ശരീരത്തിൽ നിന്ന് മാറ്റിയിട്ട് വീട്ടിലിടുന്ന ഒരു ബനിയനും പാൻറ്റും ഇട്ടുകൊടുത്തു. അവൾ അപ്പോഴും ഒന്നും മിണ്ടാതെ അനുസരണയോടെ തന്നെ നിന്നു. അവൻ ഫോൺ എടുത്ത് ലച്ചുവിനെ വിളിച്ചിട്ട് അമ്മയോട് ചൂടുവെള്ളവും എണ്ണയും കൊണ്ടുവരാൻ പറഞ്ഞു. നിമിഷങ്ങൾക്കകം അവരതവന് കൊണ്ടുകൊടുത്തു. അവനവളെ ബാത്റൂമിലേക്ക് കയറ്റി നിർത്തി. അവളുടെ മുഖത്ത് മേക്കപ്പൊക്കെ അവൻ എണ്ണയും ഫേസ് വാഷും ഒക്കെ ഇട്ട് കഴുകിക്കളഞ്ഞു. പിന്നെ അവളുടെ ഡ്രസ്സൊക്കെ മാറ്റി. പോയി കുളിച്ചിട്ട് വാ, അവൻ പറഞ്ഞതും അവൾ അനുസരണയോടെ തലയാട്ടി. അവൻ ബാത്റൂമിൽ നിന്നും ഇറങ്ങി കട്ടിലിലേക്ക് വന്നിരുന്നതും അവൻ കൊണ്ടുവച്ച ചൂടുവെള്ളത്തിൽ കുളിച്ച് ഫ്രഷായി ഇറങ്ങി വന്നു. അവൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴും അവൻ കട്ടിലിൽ തന്നെ അവളെ കാത്തിരിപ്പുണ്ടായിരുന്നു. അവൾ ഇറങ്ങി വന്നതും അവൻ അവളുടെ കയ്യിൽ നിന്നും തോർത്തു വാങ്ങിയിട്ട് അവളെ കട്ടിലിലേക്ക് കൊണ്ടിരുത്തി. പിന്നെ അവളുടെ തല നല്ലതുപോലെ ഒന്നുകൂടി തുടച്ചു കൊടുത്തു. അവൻ പഴയതുപോലെ മിണ്ടുന്നില്ല എന്ന് മനസ്സിലായതും അത്രയും നേരം പിടിച്ചു വച്ചിരുന്ന വിഷമം മുഴുവൻ കരച്ചിലിലൂടെ അവളിൽ നിന്നും പുറത്തേക്ക് വന്നു. അവൾ വിങ്ങിക്കരഞ്ഞു. കേട്ടതും അവന് സഹിക്കാൻ പറ്റിയില്ല. എത്ര ദേഷ്യമുണ്ടെങ്കിലും തൻ്റെ പെണ്ണ് കരയുന്നത് മാത്രം കാശിക്ക് സഹിക്കാൻ പറ്റില്ലായിരുന്നു. അവൻ അവളുടെ പുറകിൽ നിന്നും മുൻപിലേക്ക് ചെന്നു നിന്നു. പാറു! അവൻ അവളുടെ മുഖം തൻ്റെ കയ്യിലെടുത്തുകൊണ്ട് വിളിച്ചതും ഒരു പൊട്ടിക്കരച്ചിലൂടെ അവൻ്റെ വയറ്റിൽ കൂടി തൻ്റെ ഇരു കൈകളും ചുറ്റിക്കൊണ്ട് അവൻ്റെ വയറ്റിൽ മുഖം അമർത്തി അവൾ പൊട്ടിക്കരഞ്ഞു.
അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ നെറുകയിലൊന്ന് തലോടി കൊടുത്തു. സോറി കാശിയേട്ടാ, അതൊക്കെ കാശിയേട്ടനോട് പറഞ്ഞാൽ ഏട്ടൻ കോളേജിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുമെന്ന് പേടിച്ചിട്ടാ ഞാൻ പറയാഞ്ഞേ. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. തീർച്ചയായിട്ടും നീ അതെന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ കോളേജിൽ വന്നത് ചോദിച്ചേനെ. കാരണം എൻ്റെ പെണ്ണിനെ ആരും വേദനിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. അവന് മറുപടി പറഞ്ഞു. എനിക്കത് അറിയാം, അത് പേടിച്ചിട്ടാ ഞാൻ പറയാഞ്ഞത്. ഇന്നിങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. സോറി. അവൾ വീണ്ടും കരഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. സാരമില്ല, പോട്ടെ, കരയണ്ട. മോള് കുറച്ചു നേരം കിടക്ക്, ഞാൻ കാലിൽ ഓയിൻമെൻറ്റ് പുരട്ടിത്തരാം. അവൻ പറഞ്ഞതും അവൾ തലയാട്ടി. അവൾ കട്ടിലിലേക്ക് കിടന്നതും അവൻ അവളുടെ കാലിൻ്റെ ഭാഗത്തേക്ക് ചെന്നിരുന്നുകൊണ്ട് അവളുടെ കാലെടുത്ത് അവൻ്റെ മടിയിലേക്ക് വെച്ചു. പിന്നെ അവളുടെ മടങ്ങിയ കാലിൽ ഓയിൻമെൻറ്റ് പുരട്ടാൻ തുടങ്ങി. അവൾക്ക് ഓയിൻമെൻറ്റ് പുരട്ടി കൊടുത്തുകൊണ്ട് കുറച്ചു നേരം അവൻ അവളുടെ കാല് തിരുമ്മി മസാജ് ചെയ്തു കൊടുത്തു. അവൻ അങ്ങനെ ചെയ്തതും അവൾക്ക് വല്ലാത്ത ആശ്വാസം തോന്നി. കാശിയേട്ടാ, അവൾ വിളിച്ചതും അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി. എന്നെ കെട്ടിപ്പിടിച്ച് കുറച്ചു നേരം കിടക്കാവോ? അവൾ ചോദിച്ചതും അവൻ വാത്സല്യത്തോടെ അവളെ നോക്കി ചിരിച്ചു. പിന്നെ കൈ കഴുകിയിട്ട് അവളുടെ അടുത്തേക്ക് ചെന്ന് കിടന്നതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ചുകൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ച് കിടന്നു. അവൻ ചിരിച്ചുകൊണ്ട് അവളെ ഒന്നുകൂടി അവനിലേക്ക് ചേർത്ത് പിടിച്ച് അവളുടെ നെറുകയിൽ ചുണ്ടുകൾ ചേർത്തു. മോളെ, അവൻ വാത്സല്യത്തോടെ വിളിച്ചതും അവൾ തലയുയർത്തി അവനെ നോക്കി. ഇനി കാശിയേട്ടനോട് ഒന്നും മറച്ചു വെക്കരുത് കേട്ടോ, അവൻ അവളെ നോക്കി വാത്സല്യത്തോടെ പറഞ്ഞു. സോറി കാശിയേട്ടാ, അവളും സങ്കടത്തോടെ പറഞ്ഞു. സാരമില്ല, അത് പോട്ടെ, ഇനി ഇങ്ങനൊന്നും ചെയ്യരുത് കേട്ടോ. നീ അത്ര ഇഷ്ടമായതുകൊണ്ടല്ലേ കുഞ്ഞാ മോളെ ആരെങ്കിലും വേദനിപ്പിച്ചെന്നറിഞ്ഞാൽ കാശിയേട്ടന് വിഷമവും ദേഷ്യമൊക്കെ വരുന്നേ എന്ന് കരുതി അതൊക്കെ കാശിയേട്ടനോട് മറച്ചു വെക്കുകയാണോ ചെയ്യേണ്ടത്? വല്ലതൊന്നും സംഭവിച്ചിരുന്നെങ്കിലോ? കാശിയേട്ടന് സ്വന്തമെന്ന് പറയാൻ എൻ്റെ കുഞ്ഞ് മാത്രമല്ലേ ഉള്ളൂ. അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവനങ്ങനെ പറയുന്നത് കേട്ട് അവൾക്ക് വിഷമമായി. ഞാൻ ഒന്നും മറച്ചു വെക്കില്ല കാശിയേട്ടാ, എനിക്കും എൻ്റെ കാശിയേട്ടൻ മാത്രമല്ലേ ഉള്ളൂ. അവളും അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ്റെ കവളിൽ ചുണ്ടുകൾ ചേർത്തുകൊണ്ട് പറഞ്ഞിരുന്നു.